BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർക്കുൾപ്പെടെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നതിൽ ബഹ്റൈൻ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമ ജനുവരി 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പ്രസ്താവനയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലെ രാജ്യത്തിലെ നേട്ടങ്ങൾ വിവിധ ആഗോള സൂചികകളിൽ ഉയർന്ന റാങ്കിലാണുള്ളത്. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും പിന്തുണയും വീക്ഷണങ്ങളുമാണ് ഈ നേട്ടങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്നും ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമ പറഞ്ഞു. കൂടാതെ സമഗ്രമായ വികസനത്തിനും ഭാവി തലമുറയെ സജ്ജരാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന അധ്യാപകരെയും വിദ്യാഭ്യാസ വിദഗ്ധരെയും മന്ത്രി പ്രശംസിച്ചു. വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുക, വിദ്യാർത്ഥികളിലെ കഴിവ് പരിപോഷിപ്പിക്കുക, പഠനത്തിൽ വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രത്യേക പരിഗണനയും അവസരങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതികളെയും മന്ത്രി പ്രശംസിച്ചു. വ്യാജ കരാറുകളും വ്യാജരേഖയും ചമച്ച് 34,685 ദിനാറിന്റെ തട്ടിപ്പ് നടത്തിയ പ്രവാസിക്ക് തടവ് ശിക്ഷ വിധിച്ച കോടതി. 3 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്താനുമാണ് ഫസ്റ്റ് ലെവൽ ക്രിമിനൽ കോടതിയുടെ വിധി. അതോടൊപ്പം പ്രതിക്കൊപ്പം സഹായികളും ഉണ്ടായിരുന്ന 2 പേർക്ക് 2 വർഷം വീതം തടവും 5,000 ദിനാർ പിഴയും വിധിച്ചു. പരസ്യമേഖലയായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്വകാര്യ സ്ഥാപനയുടമയാണ് കുറ്റകൃത്യം ചെയ്തത്. 30 തൊഴിലാളികൾക്ക് വ്യാജ തൊഴിൽ കരാറുകൾ നൽകുകയും വേതനം നൽകിയെന്ന വ്യാജരേഖ നിർമ്മിച്ച ഈസ ബിൻ സൽമാൻ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ബോർഡിൽ നിന്ന് 34,000-ലധികം രൂപ തട്ടിയെടുക്കുകയും ചെയ്തതായാണ് കണ്ടെത്തിയത്. പ്രതി കുറ്റം ചെയ്തതിന് തെളിവുകളുണ്ടെന്നും ശിക്ഷയ്ക്ക് യോഗ്യനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നുമാണ് വിധി പ്രഖ്യാപിച്ചത്. കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ ബഹ്റൈനിൽ നിന്നുള്ള മന്ത്രിതല സംഘം പങ്കെടുക്കും. ബഹ്റൈൻ ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫയുമായി ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെ നടത്തിയ ആദ്യഘട്ട ചർച്ച കൂടിക്കാഴ്ചയിലാണ് വ്യവസായ മന്ത്രി പി രാജീവ് ഇക്കാര്യം പറഞ്ഞത്. ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രു, ബഹ്റൈൻ സുസ്ഥിര വികസന മന്ത്രി നൂർ ബിൻ അലി അൽ ഖലീഫ്, ബഹ്റൈൻ പ്രോപ്പർട്ടി കമ്പനി സിഇഒ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഖലീഫ അൽ ഖലീഫ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു. അടുത്ത മാസം സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലേക്ക് സംഘത്തെ അയക്കാനുള്ള സന്നദ്ധത മന്ത്രിമാർ യോഗത്തിൽ അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായ കേരളത്തിലേക്ക് വലിയ നിക്ഷേപം കടന്നുവരുന്നതിലേക്കുള്ള വിജയകരമായ പ്രാരംഭ ചർച്ചയായിരുന്നു നടന്നതെന്നും പി രാജീവ് കൂട്ടിച്ചേർത്തു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, KSIDC MCDS ഹരികിഷോർ എന്നിവരും സംബന്ധിച്ചു. കൊച്ചിയിൽ ഫെബ്രുവരി 21, 22 തീയതികളിലായാണ് ആഗോള നിക്ഷേപ സമ്മേളനം നടക്കുന്നത്. താമസ മേഖലയിൽ വീടിന് മുൻവശം വാഹനം പാർക്ക് ചെയ്യുന്നതിനിടെ തർക്കത്തിലേർപ്പെട്ട 5 പേർക്ക് 1 മാസത്തെ തടവ് ശിക്ഷ. ചെറിയ വാക്കേറ്റത്തിൽ തുടങ്ങിയ തർക്കം ഒടുക്കമണത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സ്വന്തം വീടിന് പുറത്ത് നിരകളായ 2 പേരെ 5 പേരടങ്ങിയ സംഘം ആക്രമിച്ചതായാണ് പരാതി. പ്രതികൾക്കെതിരെ 100 ദിനാർ പിഴയോടൊപ്പമാണ് 1 മാസത്തെ തടവിന് വിധിച്ചത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ വ്യക്തിക്ക് 4,500 ദിനാർ നഷ്ടപരിഹാരം നൽകാൻ വിധി. ഹൈ സിവിൽ കോടതിയാണ് ഉത്തരവിറക്കിയത്. കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു സംഭവം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനം ഇടിക്കുകയായിരുന്നു. ഇടിപ്പിന് പൊട്ടലും 22% വൈകല്യം സംഭവിച്ചതായും കണ്ടെത്തിയിരുന്നു. ഒരു പിടി ജനപ്രിയ ചലച്ചിത്രങ്ങളിലൂടെ പൊട്ടിച്ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആസ്വാദകരുടെ മനസ്സ് കീഴടക്കിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ ഷാഫി അന്തരിച്ചു. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ജനുവരി 16 മുതൽ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷാഫിക്ക് കഴിഞ്ഞ ദിവസം തലച്ചോറിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 12:30 മരിച്ചത്. ഞായറാഴ്ച രാവിലെ 9 മുതൽ 12 വരെ കല്ലൂർ മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സർവീസ് സഹകരണ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ട് 4 കലൂർ മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ ഖബറടക്കം. 1968 ഫെബ്രുവരി 18 എറണാകുളത്താണ് ജനനം. 1990കളുടെ മധ്യത്തിൽ സംവിധായകൻ രാജസേനനുമായും റാഫി മെക്കാട്ടിൻ ജോഡിയുമായി സഹകരിച്ചാണ് ഷാഫി സിനിമാ ജീവിതം ആരംഭിച്ചത്. 2001 വൺമാൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ഷാഫി സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം സിനിമാ ആസ്വാദകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഹിറ്റ് തമാശ ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പിറന്നത്. കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, ചോക്ലേറ്റ്, ലോലിപോപ്പ്, ചട്ടമ്പിനാട്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേക്കപ്പ് മാൻ, വെനീസിലെ വ്യാപാരി, 101 വിവാഹങ്ങൾ,
ടു കൺട്രീസ്, ഷെർലക് ടോംസ്, ഒരു പഴയ ബോംബ് കഥ, ചിൽഡ്രൻസ് പാർക്ക്, ആനന്ദം പരമാനന്ദം എന്നിവ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ്. ഒരു തമിഴ് സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ട്. 2018 ഷാഫി സംവിധാനം ചെയ്ത മെഗാ സ്റ്റേജ് ഷോ മധുരം 18 US-ലും കാനഡയിലും 15 സ്റ്റേജുകളിലായി അവതരിപ്പിച്ചു. മൂത്തോടത്ത് വീട്ടിൽ പരേതരായ ഹംസ നബീസ ദമ്പതികളുടെ മകനാണ്. ഭാര്യ ഷാമില, മക്കൾ അലിമ ഷെറിൻ, സൽമ ഷെറിൻ. റാഫി മെക്കാട്ടിൻ ജോഡിയിലെ റാഫി ഷാഫിയുടെ ജ്യേഷ്ഠനാണ്. അന്തരിച്ച സംവിധായകൻ സിദ്ദീഖ് ഇവരുടെ അമ്മാവനാണ്. എഞ്ചിൻ തകരാറിനെ തുടർന്ന് കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി വഴിയിലായി. രാവിലെ 11:45 ട്രെയിൻ കായംകുളത്തെത്തിയപ്പോഴാണ് സംഭവം. തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ 1 മണിക്കൂറിന് ശേഷം കൊല്ലത്ത് നിന്ന് മറ്റൊരു എഞ്ചിൻ എത്തിച്ചാണ് സർവീസ് പുനരാരംഭിച്ചത്. നട്ടുച്ചയ്ക്ക് 1.5 മണിക്കൂറോളമാണ് യാത്രക്കാർ വഴിയിലായത്. കനത്ത വെയിലിൽ ബോഗിക്കുള്ളിൽ ചുട്ടുപഴുത്ത അവസ്ഥയായിരുന്നുവെന്നും യാത്രക്കാർ പറഞ്ഞു. ഉച്ചയ്ക്ക് 2-ന് തിരുവനന്തപുരത്തെത്തേണ്ട ട്രെയിൻ എത്തിയത് 4 ആയിരുന്നു. 2025 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അന്തരിച്ച സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് രാജ്യത്തിന്റെ ആദരം. മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകും. 5 മലയാളികൾക്ക് പത്മ പുരസ്കാരമുണ്ട്. ഹോക്കി താരം ഒളിമ്പ്യൻ PR ശ്രീജേഷും വൈദ്യശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറവും പത്മഭൂഷൺ അർഹരായി. സിനിമാ നടിയും നർത്തകിയുമായ ശോഭന, നടൻ അജിത് എന്നിവർക്കും പത്മഭൂഷൺ നൽകും. മലയാളി ഫുട്ബോൾ താരം IM വിജയൻ, സംഗീതജ്ഞ K ഓമനക്കുട്ടിയമ്മ എന്നിവർക്ക് പത്മശ്രീ നൽകും. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 3 ആഴ്ചയ്ക്കിടെ മറ്റൊരു ഞെട്ടിക്കുന്ന ലൈംഗിക പീഡന സംഭവം കൂടി പുറത്തുവരുന്നു. 17-കാരി നിരന്തര ലൈംഗിക പീഡനത്തിന് ഇരയായതാണ് കണ്ടെത്തൽ. സംഭവത്തിൽ അടൂരിൽ 5 യുവാക്കൾ അറസ്റ്റിലായി. കഴിഞ്ഞ ഏപ്രിൽ പ്രണയത്തിലായ ശേഷം ജൂലൈയിൽ കുട്ടിയുടെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്ത സാജൻ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മിത്രപുരത്തെത്തിച്ച് പീഡിപ്പിച്ച ആദർശ് എന്നിവരാണ് ആദ്യം പിടിയിലായത്. ഇവരെ വെള്ളിയാഴ്ച രാത്രി വീടുകളിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സെപ്റ്റംബറിൽ അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി ഒരു വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ സച്ചിൻ കുറുപ്പ് കൂടാതെ കൃഷ്ണാനന്ദ്, അഭിനവ് എന്നിവരുമാണ് ശനിയാഴ്ച അറസ്റ്റിലായത്. ഇനി 4 പേരെ കൂടി പിടികിട്ടാനുണ്ട്. ഒരാൾ വിദേശത്താണ്, മറ്റൊരാൾ സ്കൂൾ വിദ്യാർത്ഥിയാണെന്നും പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം 9 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 8 കേസാണ് അടൂർ പോലീസ് എടുത്തത്. 1 കേസ് ആലപ്പുഴ ജില്ലയിലാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപാഠികളും മറ്റും പീഡിപ്പിച്ചതായും കുട്ടിയുടെ മൊഴിയിൽ പറയുന്നു. ആദികാട്ടുകുളങ്ങര സ്വദേശി പീഡിപ്പിച്ച ആദ്യ കേസ് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് പോലീസിന് കൈമാറി. സ്കൂളിൽ ശിശുക്ഷേമ സമിതി നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തുവന്നത്. പെൺകുട്ടി തുടർച്ചയായി സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്നുള്ള അധ്യാപകരുടെ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പുറത്തറിഞ്ഞത്. കുട്ടിയുടെ നഗ്നചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതായി വിവരം ലഭിച്ചു. ഇതിലെ വിഷമമാണ് കുട്ടി സ്കൂളിൽ വരാത്തതിന് കാരണം. സ്കൂളിലെ കൗൺസിലർ മുഖാന്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയ അധ്യാപകർ പ്രിൻസിപ്പലിനെ വിവരം അറിയിച്ചു. തുടർന്ന് ശിശുക്ഷേമ സമിതിക്ക് വിവരം കൈമാറി. പിന്നീട് അടൂർ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയാണ് കേസെടുത്തത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതായും ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാർ അറിയിച്ചു. മറ്റൊരു സംഭവത്തിൽ ദലിത് വിദ്യാർത്ഥിനി 5 വർഷത്തോളം നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയായ കേസിൽ 2 ആഴ്ചയ്ക്കിടെ പത്തനംതിട്ട ജില്ലയിലെ 4 പോലീസ് സ്റ്റേഷനുകളിൽ 57 പ്രതികൾ അറസ്റ്റിലായിരുന്നു. ആകെയുള്ള 60 പ്രതികളിൽ ഇനി 3 പേരെയാണ് പിടികൂടാനുള്ളത്. ഇതിനിടയിലാണ് അടൂരിലെയും വിദ്യാർത്ഥിനി പീഡനത്തിന് ഇരയായ വിവരം പുറത്തുവരുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.